വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കേരളത്തിൽ ജനന നിരക്ക് കുറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കുറഞ്ഞത് 35%. 2014 ജനിച്ചത് 5.34 ലക്ഷം കുഞ്ഞുങ്ങളാണ്. 2024 അത് 3.45 ലക്ഷമായി കുറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസവ നിരക്ക് കുറയുന്നു എന്ന ആശങ്ക ഉയരുന്നതിനിടെയാണ് സംസ്ഥാനത്തും സമാന സാഹചര്യമുണ്ടായത്. 2014 ഉയർന്ന ജനന നിരക്ക് 2019 4.80 ലക്ഷമായി. പിന്നീട് ഘട്ടം ഘട്ടമായി ഇത് കുറഞ്ഞു. എല്ലാ ജില്ലകളിലും പ്രസവ നിരക്ക് കുറഞ്ഞു എന്നാണ് സർക്കാർ കണക്ക്. ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസിൽ അനു ശാന്തിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് അനു ശാന്തിക്ക് ജാമ്യം അനുവദിച്ചത്. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം കോടതി പരിഗണിക്കുകയായിരുന്നു. ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് ഇടപെടലെന്നും സുപ്രീം കോടതി അറിയിച്ചു. മയോപ്പിയ എന്ന രോഗമാണ് അനുശാന്തിയെ ബാധിച്ചിരിക്കുന്നതെന്നും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 2014 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 4 വയസ്സുകാരിയായ സ്വന്തം മകൾ സ്വാസ്തികയെയും ഭർത്താവിന്റെ അമ്മയായ ഓമനയെയും കൊലപ്പെടുത്തിയ കേസിലാണ് അനുശാന്തി ജയിലിലായത്. കാമുകൻ നിനോ മാത്യുവിനൊപ്പം ചേർന്നാണ് ഇവർ ഈ ക്രൂരകൃത്യം നടത്തിയത്. ടെക്നോ പാർക്ക് ജീവനക്കാരിയായ അനുശാന്തിക്കൊപ്പം ജീവിക്കാനാണ് നിനോ മാത്യു ഈ കൊലപാതകങ്ങൾ ചെയ്തത്. സംഭവത്തിൽ 2016 ഏപ്രിൽ പ്രതിയായ നിനോ മാത്യുവിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി 25 വർഷം തടവും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ അനുശാന്തിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നവവധു ജീവനൊടുക്കി, നിറത്തെ ചൊല്ലിയുള്ള കുറ്റപ്പെടുത്തലാണെന്ന് ആരോപണം. കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് നിറത്തിന്റെ പേരിൽ ഭർത്താവ് അബ്ദുൾ വാഹിദ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതേ കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്താൻ ഇയാൾ പെൺകുട്ടിയെ നിർബന്ധിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ അറിയിച്ചു. അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കും എതിരെ പെൺകുട്ടിയുടെ കുടുംബം ആരോപണം ഉയർത്തിയിരിക്കുകയാണ്. 2024 മെയ് 24 ഷഹാനയുടെ വിവാഹം നടന്നത്. അനാചാര വിരുദ്ധ ബിൽ പൂട്ടിക്കെട്ടി. ആഭിചാര പ്രവൃത്തി തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ്. ഇതിലൂടെ മരണം സംഭവിച്ചാൽ കൊലക്കുറ്റം ചുമത്തും. സംസ്ഥാനത്ത് ദുർമന്ത്രവാദത്തെ തുടർന്ന് കൊലപാതകമടക്കം പെരുകുമ്പോൾ അതിന് തടയിടാൻ കർശന വ്യവസ്ഥകൾ അടങ്ങിയ കരട് ബിൽ തയ്യാറാക്കിയത് 2019 ഒക്ടോബറിലാണ്. എന്നാൽ 6 വർഷമായിട്ടും ഇത് നിയമമാക്കാനായില്ല. വിവിധ എതിർപ്പുകൾ ഉയർന്നതോടെ ആചാരങ്ങളും അനാചാരങ്ങളും വേർതിരിക്കാനാവില്ല. വിശ്വാസികൾ എതിരാവുമെന്ന് ഭയന്നാണ് ബിൽ പൂഴ്ത്തിയത്. മതസ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ജീവന് ഹാനികരമാവാത്ത ആചാരങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിച്ചെങ്കിലും പ്രായോഗികമല്ലെന്നായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കാര കമ്മീഷനാണ് ബിൽ തയ്യാറാക്കിയത്. കേന്ദ്ര നിർദ്ദേശത്തിന്റെ മറവിൽ വെള്ളക്കരം വീണ്ടും കൂട്ടാൻ നീക്കം. വെള്ളക്കരം കുത്തനെ കൂട്ടി 2 വർഷം തികയും മുമ്പേ വീണ്ടും വർധനയ്ക്ക് നീക്കം തുടങ്ങി. എല്ലാ വർഷവും ഏപ്രിൽ 1 5% തുക കൂട്ടാമെന്ന കേന്ദ്ര നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ് വാട്ടർ അതോറിറ്റി ജനത്തെ വീണ്ടും പിഴിയാനൊരുങ്ങുന്നത്. അധിക വായ്പയ്ക്കുള്ള വ്യവസ്ഥ പ്രകാരം എല്ലാ വർഷവും 5% നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് 2021 കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. 2022 കേരളം 5% നിരക്ക് കൂട്ടി. 2023 24 കേന്ദ്ര നിർദ്ദേശപ്രകാരം കൂട്ടിയില്ല. അതിന് കാരണം 2023 ഫെബ്രുവരി 3 ലിറ്ററിന് 1 പൈസ വീതം സ്വന്തം നിലയിൽ കുത്തനെ കൂട്ടിയിരുന്നു. 1000 ലിറ്ററിന്റെ മിനിമം നിരക്ക് 44 നിന്നും 144 രൂപയായി ഉയർന്നു. ഇതിനൊപ്പം കേന്ദ്ര നിർദ്ദേശവും നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം ഭയന്നാണ് സർക്കാർ ഇത് അനുവദിക്കാത്തത്. എന്നാൽ നിരക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങി മെറ്റ. പ്രകടനം മോശമായ 3600 പേരെ പിരിച്ചുവിടാൻ സമൂഹ മാധ്യമ ഭീമൻ മെറ്റ ഒരുങ്ങുന്നു. ഇതിനു പകരം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമെന്ന് ആഭ്യന്തരമായി പുറത്തിറക്കിയ മെമ്മോ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമം റിപ്പോർട്ട് ചെയ്തു. FB, ഇൻസ്റ്റ, വാട്സാപ്പ് എന്നീ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ജീവനക്കാരിൽ 5% ഈ നീക്കം ബാധിക്കുമെന്ന് കമ്പനി വാർത്താ ഏജൻസിയായ AFPയോട് സ്ഥിരീകരിച്ചു. സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെറ്റയ്ക്ക് ആകെ 72,400 ജീവനക്കാരാണുള്ളത്.
പ്രകടനം അടിസ്ഥാനമാക്കി ആളുകളെ ഒഴിവാക്കുന്ന നടപടികൾ കഴിഞ്ഞ ആഴ്ച മൈക്രോസോഫ്റ്റും തുടങ്ങിയിരുന്നു. ഒടുവിൽ കടുത്ത നടപടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ നീക്കം. ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായ കൈക്കൂലി വാങ്ങുന്നു എന്ന വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആലോചന. GST വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിന് സമർപ്പിക്കും. GST നടപ്പാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യത്ത് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത്. തെരുവുനായ കുറുകെ ചാടി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കടയ്ക്കാവൂർ സ്വദേശി അലക്സാണ്ടറാണ് മരിച്ചത്. പരിക്കേറ്റ യാത്രക്കാരായ ജനോവി, മകൾ സുനിത എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് തെരുവുനായ പാഞ്ഞെടുത്തത് കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോ മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഒരു വശത്തേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ ഇടയിൽ കുടുങ്ങിയ അലക്സാണ്ടറിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിക്കുകയായിരുന്നു. പാറശാലയിൽ വൻ കഞ്ചാവ് വേട്ട. ആഡംബര കാറിൽ കടത്തിയിരുന്ന 50 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കൊല്ലം സ്വദേശികളായ അഫ്സൽ, സുബിൻ എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും പൊഴിയൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ജില്ലയിലെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. മേഖലയിൽ പരിശോധന ശക്തമാക്കിയതായി പൊഴിയൂർ പോലീസ്, ഡാൻസ് ഓഫ് സംഘവും അറിയിച്ചു. പീച്ചി ഡാം അപകടത്തിൽ മരണം 3 പട്ടിക്കാട് സ്വദേശി എറിനാണ് മരിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത്. വെള്ളത്തിൽ മുങ്ങി അപകടത്തിൽപ്പെട്ട മറ്റു 2 കുട്ടികളും നേരത്തെ മരിച്ചിരുന്നു. ആൻഗ്രീസ്, അലീന എന്നിവരാണ് മരിച്ചത്. അതേസമയം അപകടത്തിൽപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളായ നിമ ആശുപത്രിയിൽ തുടരുകയാണ്. നിമയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി ജൂബിലി വിഷൻ ആശുപത്രി അധികൃതർ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് കോടതി. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മെൻസ് അസോസിയേഷൻ അംഗങ്ങളും സ്ത്രീകളും അടക്കം നിരവധി പേർ ബോബിയെ സ്വീകരിക്കാനായി ജയിലിന് പുറത്ത് കാത്തിരുന്നു. എന്നാൽ പിന്നീട് നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളായിരുന്നു. എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ച് ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഏർപ്പാടാക്കിയ ബോബി ചെമ്മണ്ണൂർ താൻ പുറത്തിറങ്ങുന്നില്ലെന്ന നിലപാടെടുക്കുകയായിരുന്നു. ജയിലിൽ ജാമ്യത്തുക കെട്ടിവെക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുറച്ച് ആളുകളുണ്ടെന്നും അവർക്ക് പിന്തുണ നൽകാനാണ് താൻ ജയിലിൽ തുടരുന്നതെന്നുമായിരുന്നു പ്രതികരണം. ബോബി ചെമ്മണ്ണൂരിന്റേത് പബ്ലിസിറ്റി ലക്ഷ്യം വെച്ചുള്ള നാടകമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ പുറത്തിറങ്ങുകയായിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവിടെ തീർന്നേനെ. എന്നാൽ പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയതോടെ ബോബി ചെമ്മണ്ണൂർ മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നു. അതിനാൽ തന്നെ കച്ചവടക്കാരനായ ബോബി ചെമ്മണ്ണൂരിന്റെ ലക്ഷ്യം പബ്ലിസിറ്റി ആയിരുന്നു എന്നാണ് ആരോപണം. അതേസമയം ബോബി ചെമ്മണ്ണൂർ മനസ്സിൽ കണ്ടപ്പോഴേക്കും ഹൈക്കോടതി അത് മാനത്ത് കണ്ടു. വിഷയത്തിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ നടപടി സ്വീകരിച്ചു. നാടകം വിലപ്പോകില്ലെന്നും വീണ്ടും അഴിക്കുള്ളിലാകുമെന്നും മനസ്സിലായതോടെ പ്രതിഭാഗം അഭിഭാഷകർ കാക്കനാട്ടെ ജയിലിലെത്തി 10 മിനിറ്റ് കൊണ്ട് നടപടി പൂർത്തിയാക്കി ബോബിയെ പുറത്തിറക്കുകയും ചെയ്തു. മാധ്യമങ്ങളോട് 2 വാക്ക് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. ഇനിയും നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അസഹനീയമായ വേദനയുമായി എത്തുന്ന ഒന്നാണ് മൈഗ്രെയിൻ. ഛർദിക്കൊപ്പം തലവേദനയും കൂടിയാകുമ്പോൾ നന്നായി ഉറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയാകും. മൈഗ്രെയിൻ ഉള്ളവർക്ക് നല്ല ഉറക്കം ലഭിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഇതാ. സന്ധ്യ കഴിഞ്ഞാൽ കോഫിയും കഫീൻ അടങ്ങിയ മറ്റു പാനീയങ്ങളും ഒഴിവാക്കണം. ഇവ നിങ്ങളുടെ തലവേദന വർദ്ധിപ്പിക്കും. കിടക്കുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിക്കുന്ന രീതി മാറ്റുക. അത്താഴം കഴിഞ്ഞ് ചുരുങ്ങിയത് 1.5 മണിക്കൂർ കഴിഞ്ഞേ ഉറങ്ങാവൂ. രാത്രി അധികം വെള്ളം കുടിക്കുന്നതും വേണ്ടെന്ന് വെക്കാം. പകൽ സമയത്ത് ആവശ്യത്തിന് കുടിക്കാമല്ലോ. രാത്രി ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകാൻ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഉറക്കം പലവട്ടം മുറിഞ്ഞു പോകുന്നതിന് കാരണമാകും. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഉറക്കം മുറിഞ്ഞാൽ അസ്വസ്ഥത കൂടും. സന്ധ്യയാകുമ്പോൾ തന്നെ തലവേദന തുടങ്ങുന്ന ദിവസങ്ങളിൽ രാത്രി ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. ഇതിൽ ചേർക്കുന്ന നിറവും രുചിവർദ്ധക പദാർത്ഥങ്ങളും മൈഗ്രെയിൻ വഷളാക്കും. ഓഫീസ് ജോലിയുടെ ബാക്കി രാത്രി വീട്ടിലിരുന്ന് തീർക്കുന്ന രീതിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ മാറ്റിവെക്കാം. അധിക സമയം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്നാൽ മൈഗ്രെയിൻ കൂടും. ഉറക്കം വരുന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കിക്കിടക്കുന്ന ശീലം പാടെ വേണ്ടെന്ന് വെക്കണം. ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് സ്ട്രെസ് നൽകുമെന്ന് മാത്രമല്ല ഉറക്കം വൈകിപ്പിക്കുകയും ചെയ്യും. സ്ലീപ്പിംഗ് പിൽസ്, പെയിൻ കില്ലേഴ്സ് തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാവൂ.
ഉറങ്ങാൻ കഴിയുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ മൈഗ്രെയിനെ മാറ്റി നിർത്താം. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.